ജൂലൈ 22 മഗ്ദലേന മറിയത്തിന്റെ തിരുനാൾ. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാളിന് ഇന്ന് ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് മഗ്ദലേന മറിയത്തെയും പരിഗണിക്കണമെന്നും തുല്യ ബഹുമതിയോടുകൂടെ അപ്പോസ്തലന്മാർക്ക് നൽകുന്ന തുല്യ ബഹുമതിയോടുകൂടി തന്നെ ഈ തിരുനാൾ ദിവസവും ആഘോഷിക്കണമെന്നും സഭ തീരുമാനിക്കുമ്പോൾ മഗ്ദലേന മറിയത്തിന്റെ ജീവിതത്തിന് സഭ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു സ്ത്രീയുടെ സാക്ഷ്യം ഒരിക്കലും ആരും അംഗീകരിക്കില്ല. ഒരു സ്ത്രീ പറയുന്നത് സമൂഹമധ്യേ സ്വീകരിക്കപ്പെടില്ല. പുരുഷന്മാരുടെ വാക്കുകൾക്കാണ് പ്രാധാന്യമുള്ളത്. സാക്ഷിയായി നിൽക്കുന്നത് പുരുഷനായിരിക്കണമെന്ന നിർബന്ധവുമുണ്ടായിരുന്നു. അക്കാലത്തിൽ തന്നെയാണ് യേശുനാഥന്റെ ഉദ്ധാനത്തിന്റെ പ്രഥമ സാക്ഷിയായി മഗ്ദലേന മറിയം സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറിയത്തിന്റെ സാക്ഷ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. മറിയം യഥാർത്ഥ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു നേർസാക്ഷ്യം കൂടിയാണ്. മരണത്തിനപ്പുറത്തേക്കും ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിച്ച ഹൃദയവുമായി ഒന്നുറങ്ങാൻ പോലും കഴിയാതെ പ്രഭാതമാകുന്നതിന് മുൻപ് ഓടി ഗുരുവിൻ്റെ കല്ലറയെങ്കിലേക്ക് എത്തുന്ന സ്നേഹമുള്ള ഒരു ശിഷ്യൻ. മറ്റുള്ളവരെക്കാൾ ഏറെ ആഴത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവൃത്തികളാണ് മറിയത്തിൽ കാണുന്നത്. മറിയം പ്രഭാതമാകുന്നതിന് മുൻപ് ഉറക്കം ലഭിക്കാതെ ഗുരുവിൻ്റെ കല്ലറയെങ്കിലേക്ക് ഓടി വന്നു. അവിടെ ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് തൻ്റെ ഗുരുവിനെ അന്വേഷിച്ചെത്തുന്നവൾക്ക് ഗുരുവിൻ്റെ മൃതശരീരം കാണാതെ വരുമ്പോൾ അയാളോട് ചോദിക്കുന്നത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുക, ഞാനെടുത്തു കൊണ്ടുപോയിക്കൊള്ളാമെന്ന്. ഒരു സ്ത്രീക്ക് ഒരു ഉത്തമ പുരുഷന്റെ ശരീരം, മൃതശരീരം ഒറ്റയ്ക്കെടുക്കുക സാധ്യമല്ല. പക്ഷെ സ്നേഹമാണ് അവളെ കൊണ്ടത് പറയിക്കുന്നത്. ഏതു വിധേനയും തൻ്റെ ഗുരുവിനെ തനിക്ക് വേണം, അതിനെന്ത് കഷ്ടപ്പാട് സഹിക്കാനും താൻ തയ്യാറാണ് എന്ന് മറിയം വളരെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ തിരുനാൾ ഏറെ പ്രാധാന്യത്തോടുകൂടെ നമ്മളും കൊണ്ടാടണം. ഗുരുവിനോട് ആഴമായുള്ള സ്നേഹം നമുക്കുണ്ടാകണം. മറിയം ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ക്രിസ്തുവിനെയും ക്രിസ്തു സാന്നിധ്യത്തെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം, വിലമതിക്കാൻ കഴിയണം. ക്രിസ്തുനാഥൻ മരിച്ചു എന്ന് വിശ്വസിച്ചാണ് മറിയം കല്ലറയെങ്കിലേക്ക് വരുന്നത്. പക്ഷേ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ അടയാളമായ ശരീരമെങ്കിലും കിട്ടണമെന്ന് അവൾ വാശി പിടിക്കുന്നുണ്ട്. നിർബന്ധ ബുദ്ധിയ അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു സാന്നിധ്യങ്ങളൊക്കെ നിന്നെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട അടയാളങ്ങളായി ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് നിനക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയും കൂദാശയും ക്രിസ്തു സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന എല്ലായിടങ്ങളും ദൈവവചനം ഏറ്റവും പ്രത്യേകമായി നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ ഇടങ്ങളായി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയണം. നിന്റെ പ്രഭാതത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ നീ നിന്റെ ക്രിസ്തുവിനെ അന്വേഷിച്ച് ഇറങ്ങിപ്പുറപ്പെടാൻ മനസ്സുള്ളവനായിരിക്കണം. നിന്റെ ജീവിതത്തിൽ നിന്റെ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ നീ സഹിക്കേണ്ടി വരുന്നത് എത്ര വലിയ ത്യാഗമാണെങ്കിലും അത് സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നടക്കാൻ കൂടി ഈ തിരുനാൾ നമ്മെ പ്രേരിപ്പിക്കുന്നു.